സൂര്യവംശത്തിലെ കുലീനനും ധീരനുമായ ദശരഥ രാജാവ് അയോധ്യയുടെ തലസ്ഥാന നഗരിയിലിരുന്ന് കോസല രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് 3 രാജ്ഞിമാരുണ്ടായിരുന്നു: കൗസല്യ, സുമിത്ര, കൈകേയി. ദശരഥന് പ്രശസ്തി, മഹത്വം, സമാധാനം, സമൃദ്ധി എന്നിവയാൽ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിനൊരു വലിയ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ഒരു ദിവസം ദശരഥ രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി. അയാളും കൂട്ടരും കാട്ടിൽ ചുറ്റി നടക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു ഗർജനം കേട്ടു. വെള്ളം കുടിക്കുന്നൊരു മൃഗമാണെന്ന് കരുതി രാജാവ് ആ ദിശയിലേക്ക് അമ്പെയ്തു. ദശരഥൻ സ്ഥലത്തെത്തിയപ്പോൾ അമ്പുകൊണ്ട് ഗുരുതരമായി പരുക്കേറ്റ ഒരു യുവാവ് കിടക്കുന്നത് കണ്ടു. വൃദ്ധരും അന്ധരുമായ ദമ്പതികളുടെ ഏക മകനായ ശ്രവണകുമാരനായിരുന്നു അത്. കാട്ടിൽ വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ ദാഹം ശമിപ്പിക്കാൻ വെള്ളം കൊണ്ടുവരാൻ വന്നതായിരുന്നു അദ്ദേഹം. മരിക്കുമ്പോഴും ശ്രവണന് തൻ്റെ നിസ്സഹായരായ മാതാപിതാക്കളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ദശരഥൻ്റെ കൈകൾ പിടിച്ച് വെള്ളം മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. സംശയമേതുമില്ലാതെ വൃദ്ധ ദമ്പതികൾ ആ വെള്ളം കുടിച്ചു. പക്ഷെ വളരെ ദുഃഖിതനായ ദശരഥന് സത്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. ശ്രവണന്റെ മാതാപിതാക്കളോട് താൻ അറിയാതെ മകനെ എങ്ങനെ കൊന്നുവെന്ന് പറഞ്ഞു. വാർത്ത കേട്ട് ഞെട്ടിയ ദുഃഖിതരായ മാതാപിതാക്കൾ ദശരഥന് പുത്രശോകം നൽകി ശപിച്ചു. അതായത് അവൻ സന്താന നഷ്ടത്തിൻ്റെ അതേ വേദനയിലൂടെ കടന്നുപോകും. വർഷങ്ങൾക്ക് ശേഷം ഈ ശാപം രാമനെ വനവാസത്തിലേക്ക് നയിച്ചു. ദശരഥൻ തൻ്റെ പ്രിയപ്പെട്ട മകനിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെ വേദനയും അനുഭവിച്ചു.